الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അള്ളാഹു തഖ്വയുള്ളവർക്ക് നൽകുന്ന സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ കുറെ കാര്യങ്ങൾ, കഅബയെക്കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത് അല്പമെങ്കിലുമൊക്കെ ഓർമ്മകളിലുണ്ടാവും. മില്ലത്തു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം പരിശുദ്ധ ഖുർആൻ ആ പേരിൽ തന്നെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. കുറെ സൂറത്തുകളിൽ മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് വിശദീകരിച്ച ഈ പേരില്ലാതെ മില്ലത്തു ഇബ്രാഹിം എന്ന പേര് പറയാതെ തന്നെ വിശദീകരിച്ച വിശദീകരണങ്ങളും ധാരാളമാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് വായിക്കുമ്പോൾ അതേക്കുറിച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആ മാർഗം ഹനീഫായ മാർഗമാണ് എന്നുള്ളതാണ്. അള്ളാഹു മില്ലത്തു ഇബ്രാഹിമിന്റെ പരാമർശങ്ങൾ നടത്തുന്ന ആ വാക്ക് പരാമർശിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതിനോട് ചേർത്ത് ഹനീഫൻ എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ട്. കുറെ ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. അതിലൊരു വചനം സൂറത്തു അൻ-നിസാഇലെ 125-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. നമ്മളൊക്കെ മുഹ്സിനുകളാവുക, ഇഹ്സാനോടുകൂടിയുള്ള ഒരു ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കാനാവുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യവേഷത്തിൽ വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച ആ ഒരു ഹദീസ് ഓർമ്മയിലുണ്ടാകുമല്ലോ. മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ എന്നൊക്കെ ചോദിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നതാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ
അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്നതുപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ടല്ലോ, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക എന്ന്. ശരിക്കും അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ട ഒരു ബോധ്യം, അവന്റെ മനസ്സുകളിൽ ശക്തമായി സ്വാധീനിക്കേണ്ട ഒരു ബോധം, എന്റെ റബ്ബ് എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ജീവിതത്തിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന് തന്റെ മുഖത്തെ ചേർത്ത് വെക്കുന്ന ഒരാൾ, ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇഹ്സാനോടുകൂടി ജീവിക്കുക, അവന്റെ മുഖത്തെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് റബ്ബിലേക്ക് ഇഹ്സാനോടുകൂടി തിരിയുക. അതാണ് പരിശുദ്ധ ഖുർആൻ വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ എന്ന് പറഞ്ഞത്. എന്നിട്ടോ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഇഹ്സാനോടുകൂടി അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല മാർഗം മില്ലത്തു ഇബ്രാഹീമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മില്ലത്തു ഇബ്രാഹീമിനെ ഹനീഫ എന്ന നിലക്ക് അയാൾ ഫോളോ ചെയ്യുകയുമാണെങ്കിൽ, പിന്തുടരുകയുമാണെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിത മാർഗത്തെ കുറിച്ചാകുന്നു ഇഹ്സാനുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു ഖലീലാക്കി സ്വീകരിച്ചിരിക്കുന്നു, ആത്മമിത്രമാക്കിയിരിക്കുന്നു എന്ന്. ഈ മില്ലത്തു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ ഈ പരാമർശം ഖുർആനിൽ പല ഭാഗത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെയൊക്കെ നമ്മൾ നോക്കിക്കോളൂ. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചു, ഹനീഫ് എന്ന വാക്ക് അവിടെയൊക്കെ ഉണ്ട്. അത് സത്യസന്ധമായ മാർഗമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സത്യസന്ധമായ മാർഗത്തെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക എന്ന് നമ്മൾ ആശങ്കിക്കൊന്നും വേണ്ട. അള്ളാഹു തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹനീഫ് എന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത ജീവിതമാണ്, വ്യതിയാനമില്ലാത്ത ജീവിതമാണ്, വളവില്ലാത്ത ജീവിതമാണ്. അതിനെ തഫ്സീറുകളിൽ മലയാളം തഫ്സീറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിലർ ഒരു വാക്ക് വായിക്കും, റുജു മനസ്കതയോടുകൂടിയുള്ള ഒരു ജീവിതം എന്നാകുന്നു ഹനീഫൻ എന്ന വാക്കിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ വളവില്ലാത്ത, ചൊവ്വായ, നേർക്കുനേരെയുള്ള മുസ്തഖീമായ ഒരു ജീവിത രീതി. ആ ജീവിത രീതി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനം അള്ളാഹു വിശദീകരിച്ചു, വമാ കാന മിനൽ മുശ്രിക്കീൻ. അപ്പൊ ഹനീഫ് എന്ന വാക്കിന്റെ നേർക്കുനേരെ പറയാവുന്ന ഒരു ഓപ്പോസിറ്റായ വാക്ക്, വിപരീതമായിട്ടുള്ള വാക്ക് ശിർക്കായ ജീവിതമാകുന്നു. അപ്പൊ ശിർക്ക് നിറഞ്ഞ ജീവിതം ഇല്ലാതിരിക്കുകയും ഹനീഫായ ജീവിതത്തിന്റെ മാർഗത്തിലൂടെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ജീവിത മാർഗത്തെ മില്ലത്തു ഇബ്രാഹിമിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് ഈ ആയത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറയുന്ന കുറെ ആയത്തുകളുടെ കൂട്ടത്തിൽ വേറെ ഒന്നുകൂടി പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, ഇന്നനി ഹദാനി റബ്ബി, എനിക്ക് തന്നെയാകുന്നു എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകുക തന്നെ ചെയ്തിരിക്കുന്നു, ഇലാ സിറാത്തിൻ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിയോട് പറയാണ്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്കിതാ എന്റെ റബ്ബ് വഴി കാണിച്ചു തന്നിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീം ഏതാ? ദീനൻ, അത് സത്യമാർഗമാണ്. ഖിയമൻ, വളവില്ലാത്ത നേർക്കുനേരെയുള്ള മാർഗമാകുന്നു അത്. അതേതാ? മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വളവില്ലാത്ത മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന, ശിർക്ക് വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. കുറെ ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. സൂറത്തു ബഖറയിൽ ഈ വിഷയം സംസാരിക്കുന്ന ഒരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, മില്ലത്തു ഇബ്രാഹിമിനെ വിഡ്ഢിവേഷം കെട്ടിയവൻ മാത്രമേ വെറുക്കുള്ളൂ എന്ന്. സ്വയം വിഡ്ഢിയായവൻ മാത്രമേ ഈ മാർഗത്തെ വെറുക്കുകയുള്ളൂ, വേറെ ആരും വെറുക്കൂല. കാരണം മില്ലത്തു ഇബ്രാഹിം അത്ര സ്പഷ്ടമാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകന് കിട്ടിയിട്ടുള്ള മാർഗമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ആ അർത്ഥത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. നാളെ പരലോകത്ത് നന്മ ചെയ്ത, സുഹൃതം പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകും. അതുകൊണ്ട് അവിടെ സുഹൃതം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ കൊതിക്കാവുന്ന, പിന്തുടരാവുന്ന മാർഗം മില്ലത്തു ഇബ്രാഹിമാണ്.
എന്നതിനൊരു കാരണം പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അത് ആയത്ത് അവസാനിപ്പിക്കും അല്ലാഹു പറയാണ്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തോട് ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഫോളോ ചെയ്തത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അല്ലാഹു പറയുന്നു, ഇബ്രാഹിമിനോട് തന്റെ റബ്ബ്, അവിടുത്തെ റബ്ബ് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ പറയാൻ സാധിച്ചു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നീ മുസ്ലിമാവുക എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് റബ്ബിനോട് ഉത്തരം നൽകാൻ, പ്രത്യുത്തരം നൽകാൻ സാധിച്ച ഒരു വലിയ മാർഗത്തെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ ഇസ്ലാം അനുഷ്ഠിക്കാൻ സാധിച്ചു, അഥവാ ശിർക്കില്ലാതെ ജീവിക്കാൻ സാധിച്ചു. അവിടം തൊട്ട് ആ ഒരു ബേസ്മെന്റ് പൂർത്തിയാക്കിയിട്ട് ജീവിതത്തെ കൃത്യമായി കളങ്കമില്ലാതെയാക്കി തീർത്തു. ആ കളങ്കരഹിതമായ ജീവിത മാർഗത്തിന് പറയുന്ന പേരാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മില്ലത്തു ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം അത് ഹനഫിയ്യത്താണ്, സംശുദ്ധമാണ്, കലർപ്പില്ലാത്ത മാർഗമാണ്. ശിർക്കിന്റെ ഒരു അംശം പോലും അതിൽ കൂടിക്കലർന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ മില്ലത്തു ഇബ്രാഹിമിനെ വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാകും പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലൂടെ. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമ്മൾ ഒരു വലിയ ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടക്കാനിരിക്കുകയാണ് ഹജ്ജാകുന്ന കർമ്മം. അതിനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ആ ഹജ്ജ് കർമ്മത്തിൽ തികഞ്ഞു നിൽക്കുന്ന, നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഹനീഫിയത്തിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ ശിർക്കിന്റെ എല്ലാ അംശങ്ങളിലും നിന്നും മുക്തമാകുന്ന ഒരു ജീവിത രീതി അവിടെ അങ്ങനെ കാണാൻ കഴിയും. തവക്കുലിന്റെ പൂർണ്ണമായ ചരിത്രം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ വിശുദ്ധിയുടെ മാർഗം നമുക്ക് അവിടെ കൃത്യമായി തെളിഞ്ഞിങ്ങനെ കിട്ടും. ഒരുപാട് ഉദാഹരണങ്ങൾ ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഓരോന്നും നമുക്ക് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഇത് കാണാൻ സാധിക്കും. അഥവാ തൗഹീദിന്റെ തെളിച്ചം. തൗഹീദിന്റെ തെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ചിലപ്പോ ചില ഒരു ധാരണകൾ ഉണ്ടാകും, അള്ളാഹ്ക്ക് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക തൗഹീദ് പൂർണ്ണായും. അങ്ങനെയൊന്നുമല്ല. തൗഹീദ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രം പ്രാർത്ഥന അർപ്പിച്ചതോടുകൂടി തൗഹീദ് പൂർണ്ണമായി എന്ന് നമ്മൾ ആരും അങ്ങനെ മനസ്സിലാക്കി പോകരുത്. മറിച്ച് ആ തൗഹീദ് ഉള്ള ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ അറ്റങ്ങളും ഓരോ ഭാഗങ്ങളും സംശുദ്ധമാക്കുമ്പോൾ അതൊക്കെ ഈമാനിൽ പ്രചോദിതമായിക്കൊണ്ട്, ഈമാൻ അയാളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ വൃത്തിയുള്ള ഒരു ജീവിതം സമൂഹത്തിന്റെ മുൻപാകെ, കുടുംബത്തിന്റെ മുൻപാകെ, അതിനൊക്കെ അപ്പുറം അള്ളാഹ്ക്ക് മുൻപാകെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടോ, അയാൾക്ക് പറയുന്ന പേരാകുന്നു ശിർക്കില്ലാത്ത ജീവിതത്തിന്റെ ഉടമ. അതുതന്നെയാണ് മില്ലത്തു ഇബ്രാഹിം. അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ഇബാദത്ത് അതാകുന്നു ഹജ്ജ് എന്ന് നമ്മൾ നോക്കിക്കാണുന്നു. ഹജ്ജിനെ കുറിച്ച് വായിക്കുന്ന ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമ്മുടെ ഓർമ്മയിലുണ്ടാകും, മൻ ഹജ്ജ ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കവലദതുഹു ഉമ്മുഹു. ഹദീസിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി ഹജ്ജ് പൂർത്തിയാക്കിയ ആൾ ഹജ്ജിലുടനീളം ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും പിന്നീട് അയാളുടെ തിരിച്ചുവരവിനൊരു തീരുമാനമുണ്ട്, ഇനി എന്റെ ജീവിതത്തിൽ ഫിസ്ഖില്ല, അധർമ്മങ്ങളിലേക്ക് ഞാൻ പോകൂല. ഹജ്ജ് ചെയ്തപ്പോഴും ഇനിയും എന്റെ ജീവിതം തുടർന്നും റഫസില്ല, വേണ്ടാത്തരങ്ങളൊന്നുമില്ല. ആ ഒരു അർത്ഥത്തിൽ ഒരാൾ ഹജ്ജ് ചെയ്തു. ആ ഒരു ജീവിത മാർഗം സ്വീകരിക്കുന്ന തരത്തിൽ ഒരാൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കിയ ആൾ തിരിച്ചുവരവ് ഉമ്മ അവനെ പ്രസവിച്ചിട്ട നാളിലെ പരിശുദ്ധിയെ പോലെയായിരിക്കും. ഈ ഉമ്മ പ്രസവിച്ചിട്ട നാളിലെ പരിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു നേർക്കുനേർ അർത്ഥം എന്താ? അയാളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പാപങ്ങളും കഴുകിക്കളയാൻ സൗഭാഗ്യം കിട്ടിയവനാണ്, നിഷേധിക്കുന്നില്ല. ആ ഒരു നേർക്കുനേരെ കിട്ടുന്ന വായന അവിടെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ചിന്തിക്കാവുന്ന ഒരു ചിന്ത എന്നുള്ള നിലക്ക് ഇങ്ങനെ ഒരു ഉപമക്ക് കുറച്ചുകൂടി പ്രസക്തിയുണ്ട്. കാരണം ഒരു കുട്ടി ഏതായാലും തെറ്റ് ചെയ്ത ഒരു കുട്ടിയാവും. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞൊരിക്കലും തെറ്റ് ചെയ്യുന്ന കുട്ടിയാവാറില്ലല്ലോ. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് തെറ്റോട് ജനിക്കുന്ന കുഞ്ഞല്ല, പൂർണ്ണമായിട്ടും പരിശുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പൊ പിന്നെ ഈ ഒരു ഹജ്ജ് ചെയ്ത മനുഷ്യനെ കുട്ടിയോട് ഉപമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അയാളുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അയാളുടെ ജീവിതത്തിലേക്കുള്ള ഈ തിരിച്ചുവരയിൽ പാപങ്ങളിൽ നിന്ന് അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാപ്പ് കിട്ടി. ഇനി ആ മാപ്പ് കിട്ടിയ മനുഷ്യന്റെ അയാൾ ഹജ്ജിന്റെ പൂർത്തീകരണത്തോടുകൂടി അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ജീവിത പരിശുദ്ധിയെ സൂചിപ്പിക്കുകയാണ് ആ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപങ്ങൾക്ക് അയാൾക്ക് മുക്തി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇനിയുള്ള ജീവിതത്തിലെ തിരിച്ചുവരവ്, ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൽ അയാൾ പരമാവധി ഹനീഫിയത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളായിരിക്കും എന്നർത്ഥം. അപ്പൊ ഒരു പൊതുജീവിതം അയാൾക്കുണ്ടാകും. ആ ഒരു പൊതുജീവിത തുടക്കത്തിന്റെ പ്രതിജ്ഞ അയാളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഉണ്ടാകും. അങ്ങനെ ഒരു പരിപാവനമായ കർമ്മം നടക്കാനിരിക്കുന്നു. ചെയ്തവരായ ആളുകൾക്ക് ആ പരിശുദ്ധിയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ട തൗബയും ജീവിതത്തിൽ ഇഖ്ലാസും നിറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് ഈ കർമ്മങ്ങളെ കുറിച്ചുള്ള അതിന്റെ പവിത്രതയും മഹത്വവും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കേണ്ട, തെളിഞ്ഞു വരേണ്ട ഒന്നാണ്. ഇനി ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കൂ. ഹറമിലെത്തിയ ഓരോന്നും എല്ലാം പരിചയപ്പെട്ട സമയം ഉണ്ടാകില്ല. എന്തായാലും ഹറമിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കർമ്മം തവാഫാണ്. തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാൾ ആദ്യം ചെയ്യുന്നത് തവാഫാന്ന് മാത്രമല്ല, ഹറമിലെത്തിയ ഒരാൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളതും തവാഫ് തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം തഹിയ്യത്തുൽ മസ്ജിദ് എന്നുള്ള നിലക്ക് അവിടെ പ്രത്യേകമായ സുന്നത്തുള്ളത് തവാഫ് ചെയ്തുകൊണ്ട് തഹിയ്യത്തിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഒരു ഭാഗമായിരിക്കും. ഈ തഹിയ്യത്ത് ചെയ്യുന്ന തവാഫാകട്ടെ, അതേപോലെ ഉംറയുടെ തവാഫാവട്ടെ, ഹജ്ജിന്റെ തവാഫാവട്ടെ, ഇനി തതവ്വുആയ നിലക്ക് അഥവാ ഐച്ഛികമായ നിലക്ക് സുന്നത്തായ നിലക്ക് ഏതെങ്കിലും തവാഫ് ചെയ്യുകയാവട്ടെ, ഈ തവാഫുകൾ ആ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ, സത്യവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുമ്പോൾ അയാൾ കഅബക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വട്ടം കറങ്ങുന്ന മനുഷ്യൻ അയാൾ ജീവിതത്തിൽ ഈ തവാഫിലൂടെ ഏറ്റെടുക്കുന്ന സന്ദേശം എന്താണ്, മെസ്സേജ് എന്താണ്? ഇനിമേൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു മെസ്സേജ് ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളത് തവാഫിന്റെ ഒരു ആന്തരിക ഭാവം തന്നെയായിരിക്കണമല്ലോ. കാരണം തവാഫ് എന്നുള്ളത് വെറുതെ ഒരു ഇബാദത്ത്, ഇഖാമത്തി ദിക്റില്ല എന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു വേള കേട്ടൊരു ഹദീസായിരിക്കും. ഇതൊക്കെ എന്തിനു നിശ്ചയിച്ചു? റമ്യുൽ ജംറാത്ത്, ജംറകളിൽ കല്ലേറുക എന്തിനു നിശ്ചയിച്ചു? ലി ഇഖാമത്തി ദിക്റില്ല. തവാഫ് ലി ഇഖാമത്തി ദിക്റില്ല. മുടികളയും ലി ഇഖാമത്തി ദിക്റില്ല. ഈ വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെ ഒരു പരാമർശം മിക്ക സ്ഥലത്തും കാണാൻ സാധിക്കും. ദിക്റുള്ളാഹിക്ക് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ദിക്റുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ഖൽബുകളിൽ നിറഞ്ഞു നിൽക്കുകയും അത് നിലനിർത്തി പോരുകയും ചെയ്യാൻ സാധിക്കുക, അതിനാകുന്നു ഇബാദത്തിന്റെ ഓരോ ശിആറുകളും നമ്മൾ ഇങ്ങനെ അറിഞ്ഞ് ആദരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ തവാഫിനോട് കാണിക്കുന്ന ആദരവിന്റെ ഭാഗമായി, അത് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മളാകുന്നത് കഅബാലയത്തിന് ചുറ്റുമിങ്ങനെ ചുറ്റുന്ന ഒരു മനുഷ്യൻ ഇനി എന്റെ ജീവിതത്തിലുടനീളം റബ്ബിന്റെ നിയമങ്ങൾ വിട്ടൊരു ചുറ്റൽ എനിക്കില്ലാന്ന് തീരുമാനിക്കാൻ കഴിയാൻ ഇതായിരിക്കണമല്ലോ ഇഖാമത്തു ദിക്റുല്ലാഹ്. ആ ഒരു ദിക്റുള്ള അയാളുടെ ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുന്നിടത്താണ് ആ കർമ്മങ്ങളുടെ ആന്തരിക ഭാവത്തിലേക്ക് ഒരാൾക്ക് എത്തി എന്ന് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ സ്വീകാര്യത എത്രയാണ്? ഒരാളുടെ കർമ്മം സ്വീകരിക്കുക എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല പറയുന്നത്, അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് തീരുമാനിക്കാനും പ്രതിജ്ഞ ചെയ്യാനും സാധിക്കുന്ന ഒരു ആന്തരിക ഭാവം, ഞാനിതാ റബ്ബിന്റെ ബൈത്തിന് ചുറ്റും തവാഫ് ചെയ്ത മനുഷ്യനാ, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഇനി എന്റെ ജീവിതം റബ്ബിന്റെ നിയമങ്ങൾ വിട്ടൊരു ചുറ്റൽ എനിക്കില്ല. ഇങ്ങനെ ഒരു പ്രതിജ്ഞയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് ഈ വിഷയത്തിൽ ഇതിന്റെ ആന്തരികമായി ഉൾക്കൊള്ളേണ്ട ഒരു വലിയ സംഗതിയാകുന്നു. ഇനി തവാഫ് കഴിഞ്ഞാൽ ചെയ്യുന്ന മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുള്ള 2 റക്അത്ത് നമസ്കാരം. മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ പിന്നിൽ എന്നുള്ള പ്രയോഗം അങ്ങനെ തന്നെ എടുക്കേണ്ട ഒന്നുമല്ല കേട്ടോ. അതിന്റെ പിന്നെ തന്നെ പോയി നിസ്കരിക്കാന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ എവിടെ നിസ്കരിച്ചാലും ആ നമസ്കാരം സാധുവാണ്, ആ നമസ്കാരം അത് സ്വീകാര്യവുമാണ്. അതറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പിന്നിൽ നിന്നൊരു പ്രയോഗം പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളത്? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. മഖാമു ഇബ്രാഹീമിനെ മുസല്ലക്കുള്ള ഒരു ഇടമാക്കുക എന്ന്. അങ്ങനെ മഖാമു ഇബ്രാഹീമിന്റെ ഭാഗമായിക്കൊണ്ട്, അതിന്റെ ഭാഗമായിക്കൊണ്ട് നമസ്കാരം സുന്നത്തായി കിട്ടി. ഇത് ഉംറ തവാഫ് കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മം പൂർത്തിയാക്കി. ഈ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ അത് മഖാമു ഇബ്രാഹീമിലേക്ക് ചേർന്ന് നിൽക്കുന്നു.
എന്താണ് ഈ മക്കാം? മക്കാം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഖുതുബയിൽ മക്കാവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഇബ്രാഹിം നബിയുടെ ഖബറിനെ കുറിച്ചോ അങ്ങനെ നമ്മൾ ഇവിടെ കേരള സമൂഹത്തിൽ കേൾക്കുന്ന മക്കാമൊന്നുമല്ല. എന്തായാലും അതല്ല. കേരളീയ സമൂഹത്തിൽ ഔലിയാക്കന്മാരുടെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുടേത് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് അതിന് മക്കാമ് എന്ന് പേര് കൊടുത്തിട്ട് അവിടെ അതും ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടുനടക്കാം. അങ്ങനെ ഒരു സംഗതിയല്ല മക്കാം. പിന്നെ മക്കാം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രവർത്തനങ്ങളുടെ അടയാളപ്പെടുത്തലല്ലേ അത്? ആണല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്ന ഒരു ഇടം, ആ ഇടത്തെയാകുന്നു അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് റബ്ബിന്റെ വലിയൊരു തൗഫീഖാണ്. ശിഷ്ടകാല മുസ്ലിങ്ങൾക്ക് വേണ്ടി, പിന്നീട് വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർക്ക് ഈ മഹത്വത്തെ തിരിച്ചറിയാൻ ഉള്ള ഒരു അടയാളം. ആ അടയാളത്തെയാകുന്നു നമസ്കാരത്തിന്റെ കേന്ദ്രമാക്കുന്നത്. ഇത് സംശയം ഉണ്ടാകില്ല. അപ്പൊ മക്കാം എന്ന് പറയുന്നത് കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ വലിയ ഒരു ശേഷിപ്പ്, അതിന്റെ ഒരു അടയാളം അവിടെ ബാക്കിയാക്കി വെച്ചതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് മക്കാമെങ്കിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്ന ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒന്നായിരിക്കില്ലേ ഈ നമസ്കാരത്തിന് വേണ്ടി നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പനയോ അള്ളാഹുവിന്റെ നിർദ്ദേശമോ ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ ആ നിർദ്ദേശം പാലിക്കുമുണ്ടാവണത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ ഒരു മഹാനുഭാവൻ വലിയൊരു കർമ്മം പൂർത്തിയാക്കി. ആ കർമ്മം പൂർത്തിയാക്കിയത് അള്ളാഹു അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എല്ലാ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അത് നോക്കിക്കാണാനുള്ള അവസരം കൊടുക്കാന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നിസ്കാരവും അള്ളാഹു നിശ്ചയിക്കുകയാണ്. അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു. ഇനി എന്റെ ജീവിതം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളെ അള്ളാഹു എന്റെ മുൻപിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എനിക്കെന്റെ ജീവിതത്തെ റബ്ബിന്റെ മുൻപിൽ അടയാളപ്പെടുത്താൻ മരിച്ചു പോകുന്നതിന്റെ മുൻപ് എനിക്കെന്തെങ്കിലും ഉണ്ടാവണം. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ മുഴുവനും നാമാണ് ജീവിപ്പിക്കുക, നാം അത് ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുൻകൂട്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ നാം അതൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട്. മുൻകൂട്ടി ചെയ്തതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വആസാർ, എന്നിട്ടോ അവരുടെ ആസാറുകളെ എന്ന് പറഞ്ഞാൽ അവർ വിട്ടേച്ചു പോകുന്ന നന്മകളെ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ റബ്ബിന്റെ മാർഗത്തിൽ അടയാളപ്പെടുത്തിയിട്ട എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവണം, ശേഷിപ്പുകൾ ഉണ്ടാവണം. നല്ല ശേഷിപ്പുകൾ നമ്മളെ ഓർക്കാൻ, ബാക്കിക്കാർക്ക് നമ്മളെ ഓർക്കാൻ, വരുന്ന തലമുറകൾക്ക് നമ്മളെ ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിൽ നിന്ന് വേർപ്പെട്ടത്. അത് അള്ളാഹു ഇവിടെ അടയാളപ്പെടുത്തി. ആ അടയാളപ്പെടുത്തിയതിന്റെ പേരിൽ നമുക്ക് നിസ്കാരവും നിശ്ചയിച്ചു തന്നു. നമ്മൾ അതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രവർത്തന നിരതമായി മുന്നോട്ട് പോകാനുള്ള ശക്തമായ ഒരു എനർജി അത് അവിടെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ഒരു പാഠമാണ് അവിടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾ നോക്കൂ, ഹജറുൽ അസ്വദുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്ന ആളുകളിലൊക്കെ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു കാട്ടിക്കൂട്ടൽ, ആ ഒരു വാക്ക് നല്ലതും തോന്നുന്നു. നല്ലത് തോന്നുന്നു. നല്ലൊരു വാക്ക് എന്ന് പറയുന്നത് കാട്ടിക്കൂട്ടലാണ്. ഇവിടെ പിന്നെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ഈ കല്ലിന് എന്തോ ഒരു മഹത്വം കൽപ്പിച്ചാകുന്നു അവിടെ തിക്കും തിരക്കും കൂട്ടുന്നത്. ഇത് സുന്നത്തായ കർമ്മമാകുന്നു. ഏത് ഒരു പ്രധാനപ്പെട്ട സുന്നത്ത്? ഈ തക്ബീറുൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ഹജറുൽ അസ്വദ് ചുംബിക്ക എന്ന് പറയുന്നത് ഒരു ഐച്ഛികമായ സുന്നത്തായ കർമ്മം. പക്ഷെ അവിടെ തിക്കും തിരക്കും കൂട്ടുക എന്ന് പറയുന്നത് അതിനു വേണ്ടി ആളുകൾക്ക് നമ്മളാൽ ദ്രോഹമുണ്ടാവുക എന്ന് പറയുന്നത് മറ്റു ദ്രോഹിക്കലോ, ഇടങ്ങേറുണ്ടാക്കൽ, പാടില്ലാത്ത കാര്യം. ഈ പാടില്ലാത്ത കാര്യം ചെയ്തിട്ട് ഒരു സുന്നത്തായ കാര്യം ചെയ്യാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയും എന്നിട്ട് അതിനു വേണ്ടി ഉന്തും തള്ളും ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏതുമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് ചേർന്ന് നിൽക്കും വേറെ വിഷയമാണ്. നമ്മൾക്കത് സാധിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ആരാധനാ വിഗ്രഹമൊന്നുമല്ല. ആരാധനാ വിഗ്രഹമല്ല എന്നുള്ളതിന് വളരെ വലിയ തെളിവ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം തന്നെ. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇന്നി അഅലം, എനിക്കറിയാം, അന്നക ഹജർ, അതൊരു കല്ലാണ്. ആ കല്ലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പോലെ തോന്നും ആ ഹദീസിന്റെ വാക്ക്. പക്ഷെ അങ്ങനെ കല്ല് കേൾക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കായിട്ടല്ല. അതിനൊരു ഗ്രാമർ ഭാഷയിൽ വേറെ പ്രയോഗങ്ങൾ അതിലേക്ക് പോകുന്നില്ല. അന്നക ഹജറുൻ, അതൊരു നീ ഒരു ഹജർ മാത്രം, ഒരു കല്ല് മാത്രമാകുന്നു.
ലാ തദുറു വലാ തൻഫഉ, എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹമുണ്ടാക്കാനോ ഒന്നും കഴിയൂല. ولولا أني رأيت النبي صلى الله عليه وسلم يقبلك ما قبلتك. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്ല് ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസമുള്ളവർ അങ്ങനെയാണ് നബിയിൽ നിന്ന് അവർ ദീന് പഠിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കല്ലിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിട്ടില്ല. ആ കല്ല് ഗുണം ചെയ്യുന്നോ ദോഷം തടുക്കുന്നോ ദോഷം ചെയ്യും എന്നോ അങ്ങനെ ഒരു ചിന്തക്ക് അവർക്ക് ഒരു വക അവർക്ക് ഉണ്ടായിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. പല കാര്യങ്ങൾക്കും നമ്മൾ ഹിക്മത്ത് തോടുമല്ലോ. ഹിക്മത്ത്, ഇത് ചെയ്യുന്നതിന്റെ ഹിക്മത്ത് എന്താ? എല്ലാ കാര്യങ്ങൾക്കും ഹിക്മത്ത് കിട്ടിയിട്ടേ ഇബാദത്ത് ചെയ്യൂ എന്ന് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ചില കാര്യങ്ങൾക്ക് ഹിക്മത്ത് കിട്ടും. പക്ഷെ ഇവിടെ ഇതിനെന്ത് ഹിക്മത്തെ നമുക്ക് പറയാൻ കഴിയാം? ആകെ ഒരു ഹിക്മത്തെ പറയാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റസൂലുള്ളാഹിയോട് കൽപ്പന ഉണ്ടായിട്ടുണ്ട്. ആ കൽപ്പന അനുസരിച്ച് റസൂലുള്ളാഹി തഖബീൽ ചെയ്തിട്ടുണ്ട്, ചുംബിച്ചിട്ടുണ്ട്. ആ ചുംബനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇതിന് ഹിക്മത്തുണ്ടോ? ഉണ്ട്. ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഹിക്മത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ചിലതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഹിക്മത്തുണ്ടാവും. ഇപ്പോ ശിക്ഷാ നടപടികൾക്ക് കൊടുക്കേണ്ട, കുറ്റം ചെയ്തതിന് കൊടുക്കേണ്ട ശിക്ഷാ നടപടികൾ, അതിനെന്തിനാ ഹിക്മത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നല്ല നിലക്കുള്ള മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമാണ്. ഹിക്മത്താണല്ലോ. ഇനി എന്നാലോ അതേ അർത്ഥത്തിൽ ചില ഇബാദത്തുകൾക്ക് നമ്മൾ ഹിക്മത്ത് തേടിയാലോ കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും ഹിക്മത്ത് നമ്മൾക്ക് കിട്ടണം എന്ന് വിചാരിക്കരുത്. ചില ഹിക്മത്തൊക്കെ ഹുഫിയത്തായിരിക്കും. ഹുഫിയത്ത് പറഞ്ഞാൽ അത് ഒളിഞ്ഞടക്കായിരിക്കും, മറഞ്ഞു കിടക്കായിരിക്കും. അതിങ്ങനെ ചെകയൊന്നും വേണ്ട. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിന് പ്രമാണം വന്നിട്ടുണ്ടോ, ആ പ്രമാണം സ്വഹീഹായ ഹദീസിൽ വന്നതാണോ, പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് യോജിക്കുന്നതാണോ, ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. അതിനാണ് ഇസ്തിസ്ലാം എന്ന് പറയാം. ഒക്കെ ഏറ്റെടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥ കൂടിയാണ് മില്ലത്ത് ഇബ്രാഹിം. ഇങ്ങനെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ബാക്കി വരുന്ന ഓരോ കർമ്മങ്ങളെയും നമ്മൾ ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊക്കെയും നമുക്ക് ഇങ്ങനെ ഒരുപാട് തെളിച്ചങ്ങൾ കാണാൻ സാധിക്കും. അത് ഉൾക്കൊള്ളുന്നിടത്ത്, പ്രമാണബദ്ധമായി ഉൾക്കൊള്ളുന്നിടത്ത് കർമ്മങ്ങൾക്കൊരു ഊർജം കിട്ടും. ചെയ്ത കർമ്മങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കുമൊക്കെ വല്ലാത്തൊരു തെളിച്ചവും ഛേദസ്സും കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അപ്പോൾ ഇതേപോലെ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാവട്ടെ, ആ കർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ മില്ലത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അവിടെയൊക്കെ ഒട്ടും കലർപ്പില്ലാത്ത ഒരു ജീവിതം, നമുക്ക് ഇഖ്ലാസ് നിറഞ്ഞ ജീവിതം ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ ഇബാദത്തുകൾ നമ്മളെ കൊണ്ടെത്തിക്കും. ആ അർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകൾ മാറ്റാൻ സാധിക്കും. അപ്പൊ ഈ സഫാ മർവയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സഫയിലൂടെയും മർവയിലൂടെയും ഓടാൻ വേണ്ടി നിശ്ചയിച്ചു. ഓടണം. എന്തിനാ ഓടുന്നത്? നമ്മൾക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. ഒന്ന്, ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഓട്ടത്തിന്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനു ഓടി? ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയത് തന്റെ കുഞ്ഞ് ഇസ്മായിലിന്, തന്റെ കുഞ്ഞു മോന് വെള്ളം കിട്ടണം, വെള്ളത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിൽ തന്റെ ഭൗതികമായി കൊണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന, അന്വേഷിക്കാൻ കഴിയുന്ന ഒരു അന്വേഷണത്തിന്റെ മാനസികാവസ്ഥ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഓരോ പ്രാവശ്യം കുന്നിൽ കയറിയിട്ട് ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ അതിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ തന്റെ നിലവിളി കേൾക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ട് അവിടെ. യാത്രാ സംഘങ്ങളെ കുറിച്ചുള്ള ആ ഭാഗത്തൊക്കെ അങ്ങനെ പോകുന്ന ഇടമാണ്. അങ്ങനെ ഒരു അന്വേഷണമുണ്ട്. അതോടൊപ്പം ഈ ഭാഗത്തൂടൊക്കെ ചിന്തി ഓടുന്ന സമയത്ത് റബ്ബിന്റെ അടുക്കൽ നിന്ന് തനിക്കൊരു പ്രതീക്ഷയുണ്ട്. താൻ അറിയാത്ത മാർഗത്തിലൂടെ, ഹാജറ ബീവി അറിയാത്ത മാർഗത്തിലൂടെ അഭൗതികമായി തനിക്ക് ഈ വിഷയത്തിൽ റബ്ബിന്റെ സഹായം കിട്ടും എന്ന നിറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്നതിന് പകരം ഒരു അന്വേഷണം കൂടി ഉണ്ടാവുകയാണ്, ഒരു അധ്വാനം കൂടി ഉണ്ടാവുകയാണ്. ഇത് രണ്ടും നമ്മൾ സഫയിലൂടെയും മർവയിലൂടെയും പ്രയാണം ചെയ്യുമ്പോൾ, സഅയ് ചെയ്യുമ്പോൾ, അതിനിട്ട പേരെന്നെ സഅയ് എന്ന. സഅയ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓട്ടം എന്ന് മാത്രമല്ലല്ലോ, അധ്വാനം എന്നാണ് അർത്ഥം.
ജീവിതത്തിൽ അധ്വാനിച്ച് മുന്നേറുക, അധ്വാനിക്കാൻ തൽപരത കാണിക്കുക. ആ ഒരു വലിയ സന്ദേശം കിട്ടുന്നു എന്ന് മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ച ഒരു കാര്യം, ഈ കർമ്മങ്ങളൊക്കെയും ഒന്ന് റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഹാജർ റളിയല്ലാഹു തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ തവക്കുലിന്റെ വലിയ പാഠങ്ങളുണ്ട്, വിശദീകരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കൂ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി സഫാ കുന്നിലേക്ക് നിന്ന ഒരു വലിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. സഫാ കുന്നിൽ നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ നിൽക്കുമ്പോൾ വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന സൂറത്ത് ശുഅറായിലെ ആയത്തിന്റെ അവതരണത്തോടു കൂടിയാണ്. അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് ദീന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചെയ്ത ഒരു ത്യാഗപൂർണമായ ഒരു ജീവിതമുണ്ട്. അവിടെ ആട്ടും തുപ്പും ഏൽക്കുന്നുണ്ട്. അഥവാ തബ്ബത്ത് എന്നുള്ള സൂറത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നീട് 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുകയും പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യുകയും മക്ക വിജയത്തിന്റെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈ സഫാ കുന്നിലേക്ക് കയറുന്നുണ്ട്. ആ സഫാ കുന്നിന്റെ കയറ്റം, ഒന്നാമത്തെ കയറ്റം, അവിടെ നിന്നുള്ള ആട്ടിയോടിക്കലും നാശം വിളിച്ചുകൊണ്ടുള്ള എതിർപ്പിന്റെ സംസാരമായിരുന്നുവെങ്കിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഫാ കുന്നിൽ കയറിയിട്ട് സഅയ് ചെയ്ത് കാണിച്ചു തന്നിട്ട് നമ്മോട് പറഞ്ഞ ചില ദിക്റുകൾ സഫയിലും മർവയിലും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദിക്റിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, വിജയത്തിന്റെ വല്ലാത്ത ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്ന വലിയ ഒരു മെസ്സേജാണ് സഫയിലൂടെയും മർവയിലൂടെയുമുള്ള പ്രയാണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ദിക്റിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് സഫയിലും മർവയിലും ഒക്കെ ആവർത്തിക്കുന്ന ഒന്നാണ്. ഒരു വേള നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, വഹ്ദ, അവൻ ഏകനാകുന്നു, അൻജസ വഅദ, അവൻ അവന്റെ കരാറിത പൂർത്തീകരിച്ചിരിക്കുന്നു, വനസറ അബ്ദ, അവന്റെ അടിമയെ അവൻ സഹായിച്ചിരിക്കുന്നു, വഹസമൽ അഹ്സാബ വഹദ, അവൻ ഒറ്റയ്ക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളെ തുരത്തി ഓടിച്ചിരിക്കുന്നു. ഈ ഒരു സന്ദേശം പറയുന്നുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ചരിത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സഫയിൽ കയറി നിൽക്കുന്ന ഒരാൾക്ക് അവന്റെ ചുറ്റുപാടിലും തന്റെ കൂട്ടർ, തന്റെ ഉമ്മത്ത് മുസ്ലിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ ഇതാ ഒരു മോചനം റബ്ബിന്റെ അടുക്കൽ നിന്ന് വരാനുണ്ട്, ആ മാർഗത്തിൽ എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വലിയ ഒരു പാഠം ഏറ്റെടുക്കാൻ സാധിക്കില്ല എങ്കിൽ, അല്ല സാധിക്കണം എന്നൊരു വാക്കായിരിക്കും നല്ലത്. നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാഥ, ഒരു വലിയ കർമ്മത്തിന്റെ മുറ്റത്ത് അതിന്റെ വെളിപ്പാടുകൾ നിൽക്കുന്ന സമയത്ത് ആ കർമ്മം ഞങ്ങൾ അതിന്റെ ഒട്ടേറെ ദൂരത്താണെങ്കിലും ഇവിടെ വെച്ചുകൊണ്ട് ആ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ കേൾക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മളിൽ നിന്ന് യാത്രയായ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും ചെയ്ത് അനുഗ്രഹം ചെയ്ത് നാഥൻ സഹായിക്കുമാറാവട്ടെ. ഇനിയും അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരായ ആളുകൾക്ക് നാഥ നിന്റെ അടുക്കൽ നിന്ന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹം ചെയ്ത് ആ ഒരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഉദവി നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇനിയും അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ മാർഗത്തിൽ അധ്വാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ നാഥ. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ടുള്ള പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.